ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ഇറാനിലും ഇറാഖിലുമായി 5 നഗരങ്ങളിലുമായി വിലാപയാത്രകൾ പുരോഗമിക്കുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇതിന്റെ ഭാഗമാകുന്നു. ഇതിനിടയിൽ അമേരിക്ക വീണ്ടും ട്രംപിന്റെ ഭീഷണി ഇറാനെതിരെ വരികയാണ്. കരാർ എത്രയും പെട്ടെന്ന് പാലിക്കണം, അല്ലെങ്കിൽ അക്രമങ്ങളിലേക്ക് വീണ്ടും പോകുമെന്നാണ് ട്രംപ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിനിടയിൽ ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾ ഇറാന്റെ സംരക്ഷണ സേന ആക്രമിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പസഫിക്കിൽ ചൈനയുടെ മിസൈൽ പരീക്ഷണവും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഇന്ന് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇതിനകം 20 ലക്ഷത്തോളം സൈനികർ ഭരിക്കുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന, അതായത് 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞുള്ള ഏറ്റവും വലിയ സൈനിക നാശം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതിനകം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകൾ. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണം. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ആക്രമണം നടത്തിയെന്ന് ആക്സിയോസ്. കപ്പലുകൾക്ക് തീപിടിച്ചു. ഇറാനെതിരെ വീണ്ടും ഭീഷണിയുമായി ട്രംപ്. ഒന്നുകിൽ കരാർ ഉണ്ടാക്കും, അല്ലെങ്കിൽ ജോലി പൂർത്തിയാക്കുമെന്ന് മുന്നറിയിപ്പ്. ഖമനേയിക്ക് വിട നൽകി ടെഹ്റാൻ. മൃതദേഹം വിശുദ്ധ നഗരമായ ഖൂബിലെത്തിച്ചു. വിലാപയാത്രയിൽ അന്ത്യാഭിവാദ്യം അർപ്പിച്ച് ലക്ഷങ്ങൾ. സംസ്കാരം വ്യാഴാഴ്ച. യുക്രൈൻ യുദ്ധത്തിൽ മരിച്ചത് 20 ലക്ഷത്തോളം സൈനികരെന്ന് റിപ്പോർട്ട്. ഏറ്റവും നാശനഷ്ടം റഷ്യയ്ക്ക്. റഷ്യയുടെ ആകെ സൈനിക നഷ്ടം 14 ലക്ഷമെന്നും കണക്ക്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിൽ. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക ശേഷിയിലും വലിയ ചോർച്ച. പസഫിക്കിനെ ഞെട്ടിച്ച് ചൈന. ആണവ അന്തർവാഹിനിയിൽ നിന്ന് സിമുലേഷൻ വാർഹെഡ് ഘടിപ്പിച്ച ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തു. ഒരു രാജ്യത്തെയും ലക്ഷ്യം വെച്ചുള്ളതല്ലെന്ന് ചൈന. പസഫിക് മേഖലയുടെ സ്ഥിരതയെ തകർക്കുന്നതാണെന്ന് ഓസ്ട്രേലിയയും ജപ്പാനും ന്യൂസിലൻഡും. പാക് അധിനിവേശ കശ്മീർ കത്തുന്നു. സൈന്യത്തിന്റെ ആക്രമണത്തിൽ മരണം 60 കടന്നു. പ്രതിഷേധ സമരം അക്രമാസക്തം. ഭക്ഷണ ഇന്ധന അവശ്യ സാധന ക്ഷാമം രൂക്ഷം. ഇന്ത്യയുടെ പിന്തുണ തേടി പ്രക്ഷോഭകാരികൾ. പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സൂബിയാൻഡോയുമായി കൂടിക്കാഴ്ച ഇന്ന്. മോദിക്ക് അകമ്പടി സേവിച്ച് സുഖോയ് വിമാനങ്ങൾ. പ്രതിരോധ സുരക്ഷാ വിഷയങ്ങളിൽ ധാരണാപത്രം ഒപ്പിടും. ജക്കാർത്തയിലെ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. അയോധ്യയിലെ സംഭാവന തട്ടിപ്പിൽ അന്വേഷണം തുടരുന്നു. വരവ് ചെലവ് കണക്കുകൾ പുറത്ത്. 2020 മുതൽ ഇതുവരെ കിട്ടിയത് 3264 കോടി രൂപ. 2370 കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിനും മറ്റു ചെലവുകൾക്കുമായി വിനിയോഗിച്ചുവെന്നും ട്രസ്റ്റ്. വെള്ളി ഉരുപ്പടികൾ ഉരുക്കി ബാറാക്കിയെന്നും ട്രസ്റ്റ്. രാജ്യത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപണത്തിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. വിക്രം 1 വിക്ഷേപണം ജൂലൈ 12-നും ഓഗസ്റ്റ് 4-നും ഇടയിൽ. സ്കൈ റൂട്ട് എയ്റോസ്പേസിന്റെ മിഷൻ ആഗമനിലൂടെ ബഹിരാകാശത്തേക്ക് കുതിക്കുന്ന 4 പേലോഡുകൾ. വിക്രം സാരാഭായിയുടെയും CV രാമന്റെയും ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെയും ഇത്തിരി കുഞ്ഞൻ പ്രതിമകളും ബഹിരാകാശത്തേക്ക്. സിംബാബ്വെ പര്യടനത്തിൽ സഞ്ജുവിനെ പുറത്താക്കിയതിൽ പ്രതിഷേധം. ലോകകപ്പ് ഹീറോ പുറത്തായത് 3 മത്സരങ്ങളിൽ നിറം മങ്ങിയതിന്. 5 മത്സരങ്ങളിൽ തിളങ്ങാത്ത ഇഷാൻ ടീമിൽ. നിലവിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള T20യിലും സഞ്ജു കളിച്ചേക്കില്ല. നീരവ് മോദിയെ ഇന്ത്യയിലേക്ക് അയക്കാൻ ബ്രിട്ടൻ. അപ്പീൽ യൂറോപ്യൻ മനുഷ്യാവകാശ കോടതി തള്ളി. ഭരണപരമായ നടപടിക്രമങ്ങൾ മാത്രം ബാക്കി. ലോക ഫുട്ബോളിൽ നിന്ന് ഇതിഹാസങ്ങളുടെ മടക്കം തുടരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയും പോർച്ചുഗലും പുറത്ത്. സ്പാനിഷ് ജയം ഏകപക്ഷീയമായ 1 ഗോളിന്. USA തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ. അർജന്റീന ഇന്ന് ഈജിപ്തിനെതിരെ. കനത്ത മഴയിൽ മുംബൈയിൽ വ്യാപക നാശനഷ്ടം. മണ്ണിടിച്ചിലിനെ തുടർന്ന് മുംബൈ പൂനെ എക്സ്പ്രസ് വേ അടച്ചു. മുംബൈ താനെ നാസിക് റോഡുകളിൽ റെഡ്
റെഡ് അലർട്ട്, സ്കൂളുകൾക്ക് അവധി. കോറോ ഹെൽത്തിലെ തൊഴിൽ പ്രതിസന്ധി തുടരുന്നു. ജോലിക്കെത്തുന്ന ജീവനക്കാരെ പ്രവേശിക്കാൻ അനുവദിക്കാത്ത മാനേജ്മെന്റ്. മന്ത്രി വിളിച്ച ചർച്ച വെള്ളിയാഴ്ച. അൻസിബിയുടെ പരാതിയിൽ ലക്ഷ്യപ്രിയ അടക്കം 3 പേർക്കെതിരെ കേസ്. ഭർത്താവ് ജയേഷും വനിതാ സെൽ എസ്ഐയും പ്രതികൾ. സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ നടപടി. താരസംഘടനയിൽ നിന്ന് രാജിവെച്ച് അംഗങ്ങൾ. നമുക്ക് ഹോർമുസ് കടലിടുക്കിലേക്ക് തന്നെ പോകണം. അവിടെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് ഈ ആക്രമണം നടത്തിയത്. കപ്പലുകൾ കത്തി എന്നും ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. നമുക്കറിയാം, ഇറാൻ നിശ്ചയിച്ച പാതയിലൂടെ അല്ലാതെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണോ ഈ ആക്രമണം എന്നുള്ളത് കാണണം. നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വേഗം ഒന്ന് പ്രേക്ഷകർക്കായി കാണിക്കാം. വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ആ ദൃശ്യങ്ങളിലേക്ക്. സംഭവവികാസങ്ങൾ ലോകത്തുണ്ടാകുന്നത് എന്നുള്ളതാണ്. അതിലേക്ക് വരാം. ആദ്യം വി ആർ കാർത്തിക് വിവരങ്ങൾ പങ്കുവെക്കും. കാർത്തിക്, നമുക്ക് ഹോർമുസിലേക്ക് ഒന്ന് പോകണം. അവിടെ വീണ്ടും ഈ ആക്രമണങ്ങൾ സംഭവിക്കുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? എന്തെങ്കിലും വിശദീകരണം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ടോ? രഞ്ജിത്ത്, സമാധാന ധാരണാപത്രം ഒപ്പിട്ട് 3 ആഴ്ച പിന്നിടുമ്പോഴും ഹോർമുസ് കടലിടുക്കിൽ ആശങ്ക ഒഴിയുന്നില്ല എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, ഇന്നലെ രാത്രിയും 2 കപ്പലുകൾക്ക് നേരെ, വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹോർമുസ് കടലിടുക്കിൽ ആക്രമണം ഉണ്ടായി. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ആണ് ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. 2 വാണിജ്യ കപ്പലുകൾക്ക് മേലും ചെറു മിസൈലുകൾ പതിക്കുകയായിരുന്നു. ഈ മിസൈലുകൾ പതിച്ച ശേഷം ഈ കപ്പലുകൾക്ക് തീപിടിച്ചു. ആളപായം ഇല്ല, പക്ഷേ കപ്പലുകൾക്ക് നാശനഷ്ടം ഉണ്ട്. ഇത് വലിയ തോതിൽ ആശങ്ക ഉളവാക്കുന്നു. US സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ വന്നിട്ടില്ല. പക്ഷേ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇതിനെ ശക്തമായി മറുപടി നൽകും അമേരിക്ക എന്നതാണ്. അതായത് ഒരു പ്രത്യാക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ദോഹ ചർച്ചകളും കാര്യമായ പുരോഗതിയില്ലാതെ അവസാനിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ആക്രമണം എന്നതും ശ്രദ്ധേയമാണ്. മറ്റൊന്ന്, ഇത്തരത്തിൽ ഹോർമുസ് കടലിടുക്കിൽ ൂടെയുള്ള കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നത്, അതിനായി ഇറാന്റെ ഒരു വെർഷൻ എന്ന് പറയുന്നത്, ഇറാൻ നിശ്ചയിച്ച പാതയിലൂടെ അല്ലാതെ പോകുന്ന കപ്പലുകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം നടക്കുന്നത് എന്നതാണ്. പക്ഷേ US സെൻട്രൽ കമാൻഡ് എന്ത് തരത്തിലുള്ള പ്രതികരണങ്ങൾ വരും മണിക്കൂറിൽ നടത്തും എന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇറാൻ തീരത്ത് ഇത്തരത്തിൽ ഹോർമുസ് കടലിടുക്കിൽ 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഒമാൻ തീരത്ത് നിന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ അകലെ, ഒമാനിലെ ലിമ തീരത്ത് നിന്ന് ഏതാണ്ട് കിഴക്ക് 8 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. കപ്പലുകൾക്ക് കേടുപാടുണ്ട്. എന്നാൽ US സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ മറ്റ് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. അത് വരും മണിക്കൂറുകളിൽ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും വലിയ തോതിലുള്ള മുന്നറിയിപ്പുകൾ ഈ കപ്പലുകളെ ആക്രമിച്ച പശ്ചാത്തലത്തിൽ നൽകുന്നുണ്ട്. കപ്പലുകൾ ജാഗ്രതയോടെ സഞ്ചരിക്കണമെന്നും സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്നും യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെന്റർ, ഇവരാണ് കപ്പലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നത്, ഇവരെ അറിയിക്കണം എന്നും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ആശങ്കാജനകമായ തോതിലേക്ക് തന്നെയാണ് ഹോർമുസിലെ കാര്യങ്ങൾ വീണ്ടും എത്തുന്നത്. തീർച്ചയായും പ്രധാനപ്പെട്ട സാഹചര്യമാണ്. ഹോർമുസിൽ വീണ്ടും ആശങ്ക പടരുന്ന പശ്ചാത്തലമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഇപ്പോൾ ട്രംപിന്റെ ഭീഷണിയാണ് ഇറാന് നേരെ. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ അയത്തുള്ള ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുമ്പോഴാണ് ഒന്നുകിൽ കരാറുണ്ടാക്കും അല്ലെങ്കിൽ ജോലി പൂർത്തിയാക്കുമെന്നുള്ള ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ജോലി പൂർത്തിയാക്കാൻ തനിക്കൊരു പ്രയാസവുമില്ല എന്നാണ് ട്രംപ് വൈറ്റ് ഹൗസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് ആ ട്രംപിൻ്റെ ആ വാക്കുകളിലേക്ക് വളരെ വേഗം പോയിട്ട് കാർത്തിക്കിലേക്ക് പോകാം. എൻ്റെ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. ട്രംപിൻ്റെ വാക്കുകൾ. We're either going to make a deal or we're going to finish the job, okay? And it won't be tough to finish the job. I'd rather make a deal because I don't want to affect 91 million people. We can knock down their bridges in 1 hour. We can knock out their energy supply, all of those big plants that they built, big, beautiful, modern plants. They had a lot of money. They don't have any money now. We haven't given them any money. But we can knock out their electricity and power generating plants, and I would say a small part of an afternoon, every plant will be gone. And they know that. തനിക്ക് തന്റെ പണി ചെയ്യുന്നതിന്
യാതൊരു പ്രശ്നവുമില്ല എന്ന് ട്രംപ് പറഞ്ഞത്. നേതാക്കളെല്ലാം അവിടെയുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എത്രയും വേഗം കരാറിലേക്ക് എത്തണം. അപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ അവസാനിക്കുന്നവരെ ഒന്നും കാത്തിരിക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണോ? ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച മുതൽ ഇങ്ങോട്ട് ട്രംപിന്റെ ഓരോ ദിവസവുമുള്ള പ്രതികരണങ്ങൾ അത് വളരെ പ്രകോപനപരമായിരുന്നു. ഒന്നെങ്കിൽ ഡീൽ ഉണ്ടാക്കണം, അതല്ലെങ്കിൽ ഒരു വെടിക്ക് തീർക്കാൻ കഴിയും എന്ന തരത്തിൽ വളരെ പ്രകോപനപരമായ പ്രതികരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് നടത്തിയത്. ഇത് വലിയ തോതിൽ ഇറാനെ പ്രകോപിപ്പിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട പരിഹാസ രൂപേണയുള്ള പ്രതികരണങ്ങളും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പ്രത്യേകിച്ച് വരും ദിവസങ്ങളിൽ ഇറാനിൽ ശക്തമായ പ്രതിഷേധം ഈ ചടങ്ങുകളുടെ ഭാഗമായി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിലേറെയും ട്രംപിനെതിരെയാണ് എന്നതും ശ്രദ്ധേയമാണ്. ആ പശ്ചാത്തലത്തിൽ കൂടി ഈ പ്രതികരണം വായിച്ചെടുക്കണം. ഒന്ന്. രണ്ട്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വരും ദിവസങ്ങളിൽ അമേരിക്കയിൽ എത്തുന്നുണ്ട്. വൈറ്റ് ഹൗസിൽ ട്രംപുമായി ചർച്ച നടത്തും. ഈ ചർച്ചകൾക്ക് മുന്നോടിയായാണ് ഇത്തരത്തിൽ കടുത്ത ഭാഷയിലുള്ള മുന്നറിയിപ്പ് ട്രംപ് നൽകുന്നത് എന്നതും ഈ പശ്ചാത്തലത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. എന്തായാലും ട്രംപിൻ്റെ ആവർത്തിച്ചുള്ള പ്രതികരണങ്ങൾ വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം 3 ആഴ്ചയ്ക്ക് മുൻപ് സമാധാന ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. ആ ധാരണാപത്രം അനുസരിച്ച് 60 ദിവസത്തേക്ക് വെടിനിർത്തൽ കരാറുണ്ട്. ഈ ദിവസങ്ങളിലാണ് നിർണായകമായ മറ്റ് വിഷയങ്ങളിലേക്ക് ചർച്ചകൾ കടക്കേണ്ടത്. പ്രത്യേകിച്ച് ആണവ വിഷയങ്ങളടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചർച്ചകൾ കടക്കേണ്ടത്. മാത്രമല്ല, ഇറാന് നേരത്തെ US ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധ കാര്യങ്ങളിലടക്കം വിശദമായ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ദോഹ ചർച്ചകൾ വലിയ പുരോഗതിയില്ലാതെ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് കടുത്ത ഭാഷയിൽ ട്രംപ് ഇറാനെ ആക്രമിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. മാത്രമല്ല, ഇറാന്റെ പരിഹാസരൂപേണയുള്ള ട്രംപിന്റെ പരിഹാസരൂപേണയുള്ള പ്രതികരണങ്ങളോട് വലിയ തോതിലുള്ള പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. എന്തായാലും ട്രംപിന്റെ വാക്കുകൾ ഒരു മുന്നറിയിപ്പായി തന്നെ കരുതണം. കാരണം ഹോർമൂസിൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾ ആവർത്തിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം ട്രംപിന്റെ ഈ മുന്നറിയിപ്പിനെ വായിച്ചെടുക്കാനും. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും കാത്തിരുന്ന് കാണാമെന്നിടയിൽ ആയത്തുള്ള അലി ഖമേനിയുടെ മൃതദേഹവുമായി ഉള്ള വിലാപയാത്ര ഇപ്പോൾ വിശുദ്ധ നഗരമായ ഖൂമിൽ എത്തിയിട്ടുണ്ട്. ടെഹ്റാനിൽ ലക്ഷങ്ങളാണ് വിലാപയാത്രയുടെ ഭാഗമാകുന്നത്. ഒപ്പം ഖമേനിക്ക് അന്ത്യാഭിവാദം അർപ്പിക്കാൻ ഒരുപാട് ജനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്ന പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഈ ജനത്തെ എത്തിക്കുന്നത്, അമേരിക്കയൊക്കെ കളിയാക്കുന്നത് ഇത്രയധികം ജനങ്ങൾ ഈ ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ എങ്ങനെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അവിടെ ചില വിവരങ്ങൾ പുറത്തു വരുന്നത് ജനത്തെ നിർബന്ധിച്ച് ഈ ചടങ്ങുകളിൽ എത്തിക്കുകയാണോ എന്ന സംശയം ചില രാജ്യങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് $1,500, $150, 13,000 രൂപ മാത്രം വാർഷിക വരുമാനം ഉള്ള ഒരു രാജ്യം കൂടിയാണ്. വളരെ പട്ടിണിയും ദാരിദ്ര്യവും വിലക്കയറ്റവും ഒക്കെയുള്ള ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. $1 കിട്ടണമെങ്കിൽ 42,000 റിയാൽ കൊടുക്കണം എന്നുള്ളതാണ് ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. കറൻസിക്ക് ചിലപ്പോൾ കടലാസിൻ്റെ വില പോലുമില്ല. ചായക്കൊക്കെ 82 രൂപ, നമ്മുടെ 82 രൂപ കൊടുത്താലാണ് ഒരു ചായ ഇറാനിൽ കിട്ടുക എന്നൊക്കെയാണ് കണക്ക്. ഇത്തരം കണക്കുകൾ വരുമ്പോഴാണ് വലിയ പണം ചിലവഴിച്ച് ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ആ രാജ്യം നടത്തുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. ശതകോടികളാണ് ഈ സംസ്കാര ചടങ്ങുകൾക്കായി സർക്കാർ ചിലവഴിക്കുന്നത്. അത് നമുക്കറിയാം. അവിടുത്തെ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ പ്രധാനമാണ്. ഭരണ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. അതുമാത്രമല്ല, ജനങ്ങളിൽ നിർബന്ധിത പിരിവ് നടക്കുന്നു എന്ന ആക്ഷേപവും പ്രധാനപ്പെട്ട ഒന്നുണ്ട്. ഭരണകൂടങ്ങളെയും സേനാ വിഭാഗങ്ങളെയും ഒക്കെ ഉപയോഗിച്ച് ഹോട്ടലുകളിലും വ്യവസായ മേഖലകളിലും കയറി വിലാപയാത്രയ്ക്ക് എത്തുന്നവർക്ക് സൗജന്യ ഭക്ഷണവും സേവനവും നൽകാൻ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾ പൂട്ടിക്കും എന്നുള്ള ഭീഷണിയുണ്ട് എന്നാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ വിലാപയാത്രയ്ക്ക് വരുന്നവർക്ക് സൗജന്യ ഭക്ഷണശാലകളും ചായയും മറ്റും വിതരണം ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പണം സ്വരൂപിക്കുന്നത് വ്യാപാരികളിൽ നിന്നും മറ്റുമാണ് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇറാൻ ഭരണകൂടത്തിൽ നിന്ന് വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മാനേജ്മെൻറ്റുകൾക്ക് വിലാപയാത്രയിൽ നിശ്ചിത എണ്ണം ആളുകളെ എത്തിക്കാൻ കർശന നിർദ്ദേശം ഉണ്ട്. മാധ്യമ ഗ്രൂപ്പായ ഹംഷഹരി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളോട് അവരുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കുറഞ്ഞത് 200 ജീവനക്കാരെ ചടങ്ങിൽ പങ്കെടുപ്പിക്കണം എന്നാവശ്യപ്പെട്ടു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുറത്തുവരുന്നത്. ഇങ്ങനെ എത്തുന്ന അതിഥികൾക്ക് താമസിക്കാനും മറ്റും സൗകര്യങ്ങൾ ഒരുക്കാൻ കമ്പനിയോട് ആവശ്യപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പക്ഷേ എല്ലാവരും ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നില്ല. കുറേ ആളുകൾക്കൊക്കെ 20 കിലോ അരി അടക്കം വാഗ്ദാനമുണ്ട് ഈ ചടങ്ങിൻ്റെ ഭാഗമായാൽ എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. ഏതായാലും എല്ലാവരും ഇതിൻ്റെ ഭാഗമാകുന്നില്ല. പലരും ഈ ചടങ്ങിൽ പങ്കെടുക്കാതെ വിനോദയാത്ര
വിലാപയാത്രയ്ക്കും മറ്റും പോയി എന്നുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ ഏതായാലും വലിയ സംഭവമാക്കി തീർക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു സംസ്കാര ചടങ്ങ്. അത് മാത്രമല്ല, മരണങ്ങൾ പോലും ഒരുപക്ഷെ 3000 പേരെങ്കിലും ഇതിനിടയിൽ മരിച്ചേക്കാം. അവർക്കാവശ്യമായ ഖബറിടങ്ങൾ പോലും തയ്യാറാക്കിയാണ് ഇറാൻ ഭരണകൂടം ഖമേനിയുടെ ക്രിമേഷൻ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊരു വാർത്ത, ലോകരാജ്യങ്ങളെ ഈ ചടങ്ങിൽ നിന്ന് വിലക്കാൻ അമേരിക്ക മുൻകൈയെടുത്തു. അങ്ങനെ ഏതാണ്ട് 13ഓളം ലോകരാജ്യങ്ങൾ തങ്ങളുടെ ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന ആരോപണം ഇറാൻ ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നയതന്ത്ര സമ്മർദ്ദത്തിലൂടെയാണ് അമേരിക്കയുടെ ഈ നടപടി എന്നാണ് ഇറാൻ മാധ്യമങ്ങളുടെ ആരോപണം. സാമ്പത്തിക നയതന്ത്ര സഹായങ്ങൾ ഈ ചടങ്ങുകളിൽ പങ്കെടുത്താൽ തടയുമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഭീഷണിപ്പെടുത്തത്. തുടർന്ന് 3 കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, 5 ആഫ്രിക്കൻ രാജ്യങ്ങൾ, അറബ്, ഗൾഫ്, കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ, ഇങ്ങനെ 13 രാഷ്ട്രങ്ങൾ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നുവെന്നാണ് ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്കിലും ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ എന്നിവരുൾപ്പെടെ 100-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഈ ചടങ്ങുകളുടെ ഭാഗമാകുന്നുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചും പ്രതിനിധികളുണ്ട് എന്ന് നമുക്കറിയാം. ഏതായാലും ഇറാന്റെ പുതിയ ഒരു ആരോപണവുമായി അമേരിക്കയ്ക്കെതിരെ ഇത് മാറുകയാണ്. ഗാസയിൽ ഭരണമാറ്റം സംഭവിക്കുന്നു. അമേരിക്ക ഇടപെട്ട് നടത്തിയ സമാധാന കരാർ, വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ മാറ്റങ്ങളാണ് ഗാസയിൽ വരുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഗാസ മുനമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന ഭരണസമിതി പിരിച്ചുവിട്ടതായി പാലസ്തീൻ സംഘടനയായ ഹമാസ് പ്രഖ്യാപിച്ചു. സിവിൽ ഭരണം നടപ്പിലാക്കുന്നതിനായി ഒരു ടെക്നോക്രാറ്റിക് കമ്മിറ്റിക്ക് അംഗീകാരം കൈമാറുന്നതിൻ്റെ ഭാഗമായാണ് ഈ നിർണായക നീക്കമെന്നാണ് റിപ്പോർട്ട്. ഹമാസ് ഗവൺമെൻറ് ഏജൻസി എമർജൻസി കമ്മിറ്റി തലവൻ മുഹമ്മദ് അൽഫറ തൻ്റെ ഔദ്യോഗിക രാജി സമർപ്പിച്ചതായും ഭരണപരമായ മാറ്റങ്ങൾ സുഗമമാക്കുന്നതിന് കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനിച്ചതായും ഇപ്പോൾ ഹമാസ് മീഡിയ ഓഫീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. നാഷണൽ കമ്മിറ്റി ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ എന്ന പേരിലാണ് പുതിയ സമിതി ഗാസയുടെ ചുമതല വഹിക്കുക. 2025 ഒക്ടോബറിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നടത്തിയ മധ്യസ്ഥ ചർച്ചയിൽ ഹമാസും ഇസ്രയേലും തമ്മിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് ഈ ഭരണസമിതി രൂപീകരിച്ചത്. ഏതായാലും ഔദ്യോഗിക ഭരണക്രമത്തിൽ നിന്ന് ഹമാസ് പിന്മാറുന്നു എന്നുള്ളതാണ് ഗാസയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ലഭ്യമാകുന്നത്. പസഫിക് സമുദ്രത്തെ ഞെട്ടിച്ചുകൊണ്ട് ചൈനയുടെ സൈനിക അഭ്യാസം. റഷ്യയുമായി ചേർന്ന് ആയുധാഭ്യാസം ആരംഭിക്കുന്ന തൊട്ടു മുൻപാണ് തന്ത്രപ്രധാന മേഖലയിലേക്ക് ആണവ അന്തർവാഹിനിയിൽ നിന്ന് ചൈന വിജയകരമായി മിസൈൽ പരീക്ഷണം നടത്തിയത്. ഇത് ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയുടെ തന്ത്രപ്രധാന ആണവ സബ്മറൈനിൽ നിന്നാണ് സിമുലേഷൻ വാർഹെഡ് ഘടിപ്പിച്ച ഈ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തത്. പസഫിക് സമുദ്രത്തിലെ നിർദ്ദിഷ്ട കടൽ മേഖലയിൽ മിസൈൽ കൃത്രിമമായി പതിച്ചതായാണ് ചൈനീസ് നാവികസേനാ വക്താവ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് ഒരു പരിശീലനത്തിന്റെ ഭാഗമായുള്ള സാധാരണ നടപടിയാണ്. ഒരു രാജ്യത്തെയും ലക്ഷ്യം വെച്ചിട്ടില്ല എന്ന് ചൈന പറയുമ്പോഴും വലിയ ആശങ്ക ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് രാജ്യങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ചൈനയുടെ മിസൈൽ പരീക്ഷണം ദക്ഷിണ പസഫിക് മേഖലയിൽ പ്രതിരോധ ആശങ്കകൾക്ക് വഴി തുറന്നിരിക്കുന്നു. പരീക്ഷണത്തെക്കുറിച്ച് ചൈന മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി വിശദീകരിക്കുന്നുവെങ്കിലും ഈ നടപടി പസഫിക് മേഖലയുടെ സ്ഥിരതയെ തകർക്കുന്നതാണെന്നാണ് ഓസ്ട്രേലിയയുടെ കുറ്റപ്പെടുത്തൽ. ഏതായാലും ഓസ്ട്രേലിയ മാത്രമല്ല, ജപ്പാനും ഈ വിഷയത്തിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഇത്തരം ആധിപത്യ പ്രവർത്തനങ്ങളിൽ കടുത്ത ആശങ്ക അവർ ചൈനയെ നേരിട്ട് അറിയിച്ചു എന്നാണ് വിവരം. ന്യൂസിലൻഡും ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെ കാണുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ 3 രാജ്യങ്ങൾ ഇതിനകം തന്നെ ഈ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ വലിയ ആശങ്ക അറിയിച്ചു കഴിഞ്ഞു. യുക്രൈനിൽ മിസൈൽ ആക്രമണവുമായി റഷ്യ വീണ്ടും രംഗത്ത് വരികയാണ്. 20 മരണം യുക്രൈനിൽ സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. 351 ഡ്രോണുകളും 68 മിസൈലുകളും ഉപയോഗിച്ചുള്ള വലിയ ആക്രമണമാണ് ഇത്തവണ നടത്തിയത്. കഴിഞ്ഞ ദിവസം വലിയ ആക്രമണം നടത്തിയപ്പോൾ യുക്രൈനിൽ 30ഓളം ആളുകൾ മരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത്തവണ 29 ബാലിസ്റ്റിക് മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചു എന്നാണ് റഷ്യ പറയുന്നത്. കീവ് ലക്ഷ്യമിട്ടാണ് പ്രധാനമായും ആക്രമണം നടന്നത്. കീവിൽ വലിയ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിരവധി സാധാരണക്കാർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വിവരം ആശങ്കാജനകമാണ് എന്ന് യുക്രൈൻ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലാണ് ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് മരിച്ചു വീണത്. ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തു വരികയാണ്. യൂറോപ്പ് കണ്ട ഏറ്റവും ഭീകരമായ ഒരു സൈനിക ഏറ്റുമുട്ടലായി
റഷ്യ യുക്രൈൻ യുദ്ധം മാറിക്കഴിഞ്ഞു. 2022 ഫെബ്രുവരി 24 ആരംഭിച്ച യുദ്ധത്തെ തുടർന്ന് ഇരുപക്ഷത്തുമായി ഏകദേശം 20 ലക്ഷത്തിലധികം സൈനികർ, അവർക്ക് ജീവ അപായമോ അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകളോ, നമ്മൾ ആലോചിക്കണം 20 ലക്ഷം പേരാണ് ഇത്തരത്തിൽ ഗുരുതരമായ രീതിയിൽ മരണം സംഭവിച്ചവരും ഗുരുതരമായി പരിക്കേറ്റവരുമായി ഉള്ളത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിൻ്റെ കണക്കുകൾ പുറത്തുവരുന്ന അമേരിക്കൻ തിങ്ക് ടാങ്കായ സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ് പുറത്തുവിട്ട പുതിയ പഠനമാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തുവിടുന്നത്. ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായിരിക്കുന്നത് വൻ ശക്തിയായ റഷ്യയ്ക്കാണ് എന്നുള്ളതാണ് ഈ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കണക്കായി പുറത്തു വരുന്നത്. യുദ്ധം തുടങ്ങിയ അന്ന് മുതൽ ഇതുവരെ 4 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിൽ റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ പരിക്കേൽക്കുകയോ കാണാതാവുകയോ ചെയ്തു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ആകെ സൈനിക നഷ്ടം 14 ലക്ഷത്തോളമാണ് എന്നുള്ള കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അമേരിക്ക പങ്കെടുത്ത എല്ലാ യുദ്ധങ്ങളിൽ കൂടി മരിച്ച ആകെ US സൈനികരുടെ എണ്ണത്തേക്കാൾ 4 മടങ്ങിലധികം വരും യുക്രൈനിൽ പൊലിഞ്ഞ റഷ്യൻ സൈനികരുടെ ജീവനുകൾ എന്ന പഠനം വല്ലാതെ അമ്പരപ്പിക്കുന്ന ഒന്നാണ്. ഈ കണക്കുകളുടെ ആധികാരികത സംബന്ധിച്ച് പല ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും റഷ്യയ്ക്ക് ഏതാണ്ട് വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു യുക്രൈൻ സൈനികൻ മരിക്കുമ്പോൾ 8 റഷ്യൻ സൈനികർ കൊല്ലപ്പെടുന്നു എന്നാണ് ഇപ്പോൾ പുതിയ കണക്കുകൾ പുറത്തു വരുന്നത്. അതുമാത്രമല്ല, ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വാണിജ്യ രംഗത്ത് ഉണ്ടായിരിക്കുന്ന വലിയ തകർച്ച, റഷ്യയ്ക്കും സമാനമായ തകർച്ചയുണ്ട്, യുക്രൈനും വലിയ തകർച്ചയുണ്ട്. അത് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനിടയിലാണ് ചില സമാധാന ശ്രമങ്ങളൊക്കെ ട്രംപ് മുൻകൈയെടുത്ത് നടത്തുന്നത്. പക്ഷേ അതൊന്നും ഫലവത്താകുന്നില്ല. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ കഴിഞ്ഞ ദിവസവും റഷ്യയുടെ വലിയ ആക്രമണം യുക്രൈനിൽ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മൈക്രോസോഫ്റ്റിൽ കൂട്ട പിരിച്ചുവിടൽ എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയുണ്ട്. തങ്ങളുടെ തൊഴിൽ ശക്തിയുടെ ഏതാണ്ട് 2.1% വരുന്ന ഏകദേശം 4800ഓളം ജീവനക്കാരെ മൈക്രോസോഫ്റ്റ് പിരിച്ചുവിടുത്തു എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു വാർത്ത. കമ്പനിയുടെ ഓഹരി വിപണിയിലൊക്കെ ഏറ്റവും മോശമായ പ്രകടനം കാഴ്ചവെച്ച ഒരു മാസം കൂടിയായിരുന്നു ഇത്. മൈക്രോസോഫ്റ്റിൻ്റെ കമേഴ്ഷ്യൽ സെയിൽസ് ബിസിനസ്സിനെയാണ് ഈ പിരിച്ചുവിടൽ കാര്യമായി ബാധിച്ചിരിക്കുന്നത് എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. ജീവനക്കാർക്ക് ഒരു മെമ്മോ അയച്ചുകൊണ്ടാണ് ഈ പിരിച്ചുവിടൽ അവർ ജീവനക്കാരെ അറിയിച്ചത് എന്നുള്ള പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് ആദ്യമായി അല്ല മൈക്രോസോഫ്റ്റ് ജീവനക്കാരെ ഇത്തരത്തിൽ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നത്. കഴിഞ്ഞ മെയ്യിൽ അവർ നടത്തിയ ഒരു പിരിച്ചുവിടലിൽ 6000ഓളം ജീവനക്കാർക്കാണ് ജോലി നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. കഴിഞ്ഞ വർഷം മാത്രം അതടക്കം 9000 ജീവനക്കാരെ അവർ പിരിച്ചുവിടുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ ഒരു വിരമിക്കൽ പദ്ധതിയൊക്കെ മൈക്രോസോഫ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. മറ്റു പ്രധാനപ്പെട്ട വാർത്ത പാക് അധിനിവേശ കശ്മീരിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഈ സംഘർഷം നടത്തിയവർക്ക് നേരെ പാക് സൈന്യം വെടിയുതിർത്തു എന്ന നിർണായകമായ ഒരു വിവരമാണ് ഇഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇതിലൊരാൾ കൊല്ലപ്പെട്ടു. ഇതോടെ കഴിഞ്ഞ 2 മാസമായി നടക്കുന്ന പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 30 കടന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പ്രതിഷേധം അക്രമാസക്തമായതിന് പിന്നാലെ പാക് സർക്കാർ പാക് അധിനിവേശ കശ്മീരിലേക്കുള്ള ഭക്ഷണ, അവശ്യ സാധന, ഇന്ധന വിതരണം തടസ്സപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരം കൂടി ഉണ്ട്. ഇതിനിടയിൽ ഇന്ത്യയുടെ സഹായം തേടിയിരിക്കുകയാണ് ഈ പ്രക്ഷോഭകാരികൾ എന്നതും ഏറ്റവും നിർണായകമായ ഒന്നാണ്. ഇന്റർനെറ്റും ഭക്ഷണ മരുന്ന് വിതരണവും ഒക്കെ തടഞ്ഞതിന് പിന്നാലെയാണ് ഈ വലിയ പ്രതിഷേധം വീണ്ടും അക്രമാസക്തമാകുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. നന്ദന വിവരങ്ങളുമായി ചേരുന്നു. നന്ദന, കഴിഞ്ഞ ദിവസമാണ് പാക് അധിനിവേശ പ്രക്ഷോഭ നായകരൊക്കെ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചത്. ഈ തങ്ങളെ സഹായിക്കണം, തങ്ങൾക്ക് അഭയം നൽകണമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ മറ്റ് ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. വീണ്ടും വെടിവെപ്പും അക്രമവും ഒക്കെ ഉണ്ടാകുന്നു. എന്താണ് വിവരം? രഞ്ജിത്ത്, പാക് അധീന കാശ്മീരിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ക്രൂരമായ അടിച്ചമർത്തലുകൾ തുടരുന്നതിനിടെ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ച് പ്രാദേശിക നേതാവ് രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രദേശത്ത് മാസങ്ങളായി തുടരുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി നേതാവായ സർദാർ അമൻ ഖാനാണ് ഇന്ത്യയോട് അടിയന്തര സഹായം ആവശ്യപ്പെട്ടത്. മാനുഷിക പരിഗണന നൽകി ഇന്ത്യ ജനങ്ങളെ സഹായിക്കണമെന്നാണ് അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയത്. പാക് സൈന്യത്തിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ പാക് സൈന്യം ഇവിടേക്കുള്ള ഭക്ഷണവും മരുന്നും ഇന്ധന വിതരണവും പൂർണ്ണമായും തടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ കടുത്ത അവശ്യ സാധന ക്ഷാമമാണ് ഈ പ്രദേശം നേരിടുന്നത്. POK പാകിസ്ഥാന്റെ ഭാഗമല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഈ പ്രതിഷേധത്തിനിടെ ഇതിനോടകം ഡസൻ കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യം മോശമായാൽ നിയന്ത്രണ രേഖയിലേക്ക് നീങ്ങാൻ തയ്യാറാണോ എന്ന അമൻ ഖാന്റെ ചോദ്യത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ജനക്കൂട്ടത്തിന്റെ മറുപടി. ഈ സാഹചര്യത്തിലാണ് തങ്ങളെ സഹായിക്കാൻ ഇന്ത്യ ഇടപെടണമെന്ന പരസ്യമായ ആവശ്യം സമര നേതാക്കളിൽ നിന്നും ഉണ്ടാകുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും വലിയ പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു POK. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന്, അടിച്ചമർത്തൽ മാർഗത്തിലൂടെ പാക് സർക്കാർ ഈ പ്രശ്നത്തെ
പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി കമ്മിറ്റിയെ നിരോധിത സംഘടനയായി അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാരാമിലിറ്ററി സേനയെ അവിടെ വിന്യസിക്കുന്നു. ഇന്റർനെറ്റും ആശയവിനിമയ സംവിധാനങ്ങളും വിച്ഛേദിക്കുന്നു. സമര നേതാക്കളെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അകത്തിടുന്നു. 1460-ലധികം ആളുകളെ തടവിലാക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ കാണാതാക്കുകയോ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നിരായുധരായി ഓടുന്ന ജനത്തിന് നേരെ വെടിവെക്കുന്ന സാഹചര്യമൊക്കെ മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ദൃശ്യങ്ങളൊക്കെ ലോകത്തെ വല്ലാതെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. സംഘർഷം ഇപ്പോൾ ഒരു മാസം പിന്നിടുമ്പോൾ സാധാരണക്കാരുടെ മരണം നേരത്തെ പറഞ്ഞ പോലെ 60ഓളമാണ്. സാമ്പത്തിക ഉപരോധം, ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും അവിടേക്ക് എത്തിക്കാൻ പറ്റാത്ത പശ്ചാത്തലം, ഒപ്പം പട്ടാളത്തിനെതിരെയുള്ള ജനങ്ങളുടെ വലിയ മുദ്രാവാക്യങ്ങളൊക്കെ അസാധാരണമായ സാഹചര്യം POKയിൽ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യക്കെതിരെയുള്ള ആയുധമായി POKയെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന പാകിസ്ഥാൻ ഇപ്പോൾ തങ്ങൾ ഊട്ടി വളർത്തിയ അല്ലെങ്കിൽ പാല് കൊടുത്ത് വളർത്തിയ പാമ്പ് തന്നെ തങ്ങളെ തിരിച്ചു കൊത്തുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് മാത്രമല്ല പാകിസ്ഥാന്റെ പരമാധികാരത്തിന് വലിയ വെല്ലുവിളിയായി ഇത് മാറുന്ന പശ്ചാത്തലമുണ്ട്. 38 ആവശ്യങ്ങളാണ് ഈ POKയിലെ പ്രക്ഷോഭകർ മുന്നോട്ട് വെക്കുന്നത്. 53 അംഗ POK അസംബ്ലിയിൽ കശ്മീരി അഭയാർത്ഥികൾക്കായി 12 സീറ്റുകൾ സംവരണം ചെയ്ത് നിർത്തലാക്കുക, വൈദ്യുതി നിരക്ക് കുറയ്ക്കുക, മംഗൾ ഡാമിൽ നിന്നുള്ള വരുമാനത്തിന്റെ വലിയൊരു പങ്ക് പ്രദേശവാസികൾക്ക് നൽകുക, അവഗണിക്കപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും ചെറുകിട വ്യവസായങ്ങളും പുനരുദ്ധരിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങളായി ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിനോടൊക്കെ പാക് സർക്കാർ മുഖം തിരിച്ചപ്പോഴാണ് വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇപ്പോൾ പാകിസ്ഥാനിലെ മേഖലകൾ എത്തുന്നത്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ഉജ്ജ്വലമായ വരവേൽപ്പാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സൂബിയാന്തോയുടെ നേതൃത്വത്തിൽ മോദി കിട്ടിയത്. പ്രധാനമന്ത്രി മോദിയുടെ വിമാനം അതിർത്തിയിൽ പ്രവേശിച്ചത് മുതൽ ഇന്തോനേഷ്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ അകമ്പടി നൽകിയ കാഴ്ച ഏറെ കൗതുകമായി. ഇന്ത്യയോടും പ്രധാനമന്ത്രി മോദിയോടുമുള്ള പ്രത്യേക ബഹുമാന സൂചകമായാണ് ഇന്തോനേഷ്യ ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് എന്നാണ് അവർ വിശദീകരിക്കുന്നത്. ഇന്തോനേഷ്യൻ വ്യോമസേനയുടെ ഒരു സുഖോയി 30 വിമാനവും ഒരു F-16 വിമാനവുമാണ് മോദിയുടെ വിമാനത്തിന് അകമ്പടി ായി എത്തിയത്. റഷ്യ നിർമ്മിച്ച വലുതും ഇരട്ട എഞ്ചിനുള്ളതുമായ 2 പേർക്കിരിക്കാവുന്നതുമായ യുദ്ധവിമാനമാണ് സുഖോയ്. ഇന്ത്യക്കും നമുക്കറിയാം സ്വന്തമായി സുഖോയ് വിമാനങ്ങളുടെ വൻ ശേഖരമുണ്ട്. ഇന്ത്യൻ പ്രതിരോധ ആവശ്യങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സുഖോയ്ക്ക് പതിപ്പാണ് ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്നത്. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇറങ്ങിയ പ്രധാനമന്ത്രിയെ ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ് നേരിട്ടെത്തി സ്വീകരിച്ചത്. ഏതായാലും വലിയ അഭിമാനകരമായ സന്ദർശനം അവിടെ ഇന്തോനേഷ്യയിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. സഞ്ജു സാംസന് പകരം സിംബാബ്വെ പര്യടനത്തിൽ വൈഭവ് സൂര്യവംശി എത്തിയതോടെ ക്രിക്കറ്റ് നിരീക്ഷകർക്കിടയിൽ ഒരുപാട് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സിംബാബ്വെ പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു സാംസന് പകരമെത്തിയത് വൈഭവ് സൂര്യവംശിയാണ്. നമുക്കറിയാം ലോകകപ്പിൽ ഇന്ത്യക്ക് ഒരു 2020 ലോകകപ്പ് നേടിക്കൊടുക്കുന്നതിൽ നിർണായകമായ പങ്കു വഹിച്ച ഒരു താരം കൂടിയാണ് സഞ്ജു സാംസൺ. ഈ സാംസൺ ടീമിൽ നിന്ന് പുറത്താക്കിയതിൽ ആരാധക രോഷം ഏറെയാണ്. 3 മത്സരങ്ങളിൽ മാത്രമാണ് സഞ്ജു നിറം മങ്ങിയത്. അതിനെന്തിനാണ് ലോകകപ്പ് ഹീറോയെ ഒഴിവാക്കിയത് എന്നാണ് ചോദ്യം. പക്ഷേ BCCI പറയുന്നത് സഞ്ജുവിന് വിശ്രമം നൽകിയെന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെ വിശ്രമം നൽകേണ്ട ഒരു താരമല്ല സഞ്ജു. കാരണം കേവലം ഒരു ഫോർമാറ്റിൽ മാത്രമാണ് സഞ്ജു ഉള്ളത്. ടെസ്റ്റിലും ഏകദിനത്തിലൊന്നും സഞ്ജുവിന് സ്ഥാനമില്ല. അങ്ങനെ ഒരു ഫോർമാറ്റിൽ മാത്രം കളിക്കുന്ന ഒരു താരത്തിന് സാധാരണയായി വിശ്രമം നൽകാറില്ല. അത് വാർത്താക്കുറിപ്പിലൂടെയാണ് BCCI പറയുക വിശ്രമം നൽകിയെന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് മാത്രമല്ല ലോകകപ്പിന് ശേഷം ഇഷാൻ കിഷൻ അതിൻ്റെ സ്കോറുകളുടെ കാര്യത്തിലും വളരെ പ്രശ്നമാണ്. 4 മത്സരങ്ങൾ കളിച്ച ഇഷാന് പരാജയപ്പെടുന്ന കാഴ്ച കണ്ടു. പക്ഷേ ഇഷാനെ ഒഴിവാക്കിയില്ല, ടീമിൽ നിലനിർത്തി. സഞ്ജുവിനെ മാത്രം ഒഴിവാക്കിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഒരവസരം കാത്തു നിന്നതുപോലെയാണ് ഇപ്പോൾ BCCI പെരുമാറിയിരിക്കുന്നത് എന്നാണ് ആരാധകരും മറ്റും പറയുന്നത്. അത് മാത്രമല്ല ഇപ്പോൾ നിലവിൽ ഇംഗ്ലണ്ട് പര്യടനത്തിലാണ് സഞ്ജു ഉള്ളത്. ഇനിയുള്ള 2020 മത്സരങ്ങളിലും സഞ്ജു കളിക്കാൻ സാധ്യതയില്ല എന്ന ഒരു വിവരങ്ങൾ കൂടി ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. വൈഭവ് സൂര്യവംശി തന്നെയായിരിക്കും ഇനിയുള്ള മത്സരങ്ങളിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന ചില കണ്ടെത്തലുകൾ ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. രാമക്ഷേത്രത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് സംഭാവന എണ്ണുന്ന സ്ഥലത്തിനടുത്തുള്ള പ്രവേശന കവാടങ്ങളിൽ പരിശോധനയില്ല എന്നുള്ള ഒരു വിവരമാണ്. പണം എണ്ണുന്ന ജീവനക്കാർ നോട്ടുകെട്ടുകൾ ഒളിപ്പിച്ചു വെക്കുകയാണ്.
റിപ്പോർട്ടിൽ എടുത്തു കാണിക്കുന്നുണ്ട്. കാണിക്കകളിലെ പണം ഒന്നിച്ചെണ്ണിയിരുന്നതും തട്ടിപ്പിന് അവസരമുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 27 മുതൽ ജൂൺ 5 വരെ CCTVയിൽ നിന്ന് സംശയാസ്പദമായ 70 ദൃശ്യങ്ങൾ കണ്ടെത്തിയെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ അത് പറയുന്നുണ്ട്. പണം എണ്ണുന്ന ജീവനക്കാർ നോട്ടുകെട്ടുകൾ ഒളിപ്പിക്കുന്ന ദൃശ്യമടക്കം ഇക്കൂട്ടത്തിലുണ്ട്. ജീവനക്കാരിൽ നിന്ന് 72.94 ലക്ഷം രൂപ പിടിച്ചെടുത്തതാണ് പ്രാഥമിക കണക്കായി ഇപ്പോൾ SIT റിപ്പോർട്ടിൽ പറയുന്നത്. ബാങ്കിൽ നിക്ഷേപിച്ച പണവും ജീവനക്കാരിൽ നിന്ന് കണ്ടെടുത്ത പണവും തമ്മിലുള്ള പൊരുത്തക്കേട് മോഷണത്തിന് തെളിവാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും SIT അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ ജീവനക്കാരിലേക്ക് അന്വേഷണം പോകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ വരവ് ചിലവ് കണക്കുകളും പുറത്തുവിട്ടു ട്രസ്റ്റ്. ഉന്നതതല യോഗത്തിന് പിന്നാലെയാണ് ട്രസ്റ്റ് വരവ് ചിലവ് കണക്കുകൾ പുറത്തുവിട്ടത്. കണക്കുകൾ പ്രകാരം ക്ഷേത്രത്തിന് 2020 മുതൽ ഇതുവരെ 3264 കോടി രൂപ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സംഭാവന അടക്കമാണ്. ഇതിൽ 2370 കോടി രൂപയും ക്ഷേത്ര നിർമ്മാണത്തിനും മറ്റ് ചെലവുകൾക്കുമായി വിനിയോഗിച്ചു എന്ന ട്രസ്റ്റിൻ്റെ കണക്കിലുണ്ട്. 2026 മാർച്ച് 31 വരെയുള്ള കണക്കുകൾ പ്രകാരം ഭക്തരിൽ നിന്ന് മാത്രം 582 കോടി രൂപ വഴിപാടിനത്തിൽ കിട്ടി. ഇതിൽ 391 കോടി രൂപ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തന ചെലവുകൾക്കായി ചിലവഴിച്ചു. ബാക്കി തുക ബാങ്ക് അക്കൗണ്ടുകളിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുമാത്രമല്ല 2961 ഇനം സാധനങ്ങൾ ഭക്തരിൽ നിന്ന് കിട്ടി. അതിൻ്റെ വിശദാംശങ്ങളും തീയതിയും അടക്കം രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ട്രസ്റ്റ് പറഞ്ഞു. പണമോ മറ്റ് സമ്മാനങ്ങളോ നൽകിയ ഭക്തർക്ക് അയോധ്യയിലെത്തി അവരുടെ സംഭാവനകളുടെ വിനിയോഗം നേരിട്ട് പരിശോധിക്കാമെന്നും ട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. വെള്ളി വസ്തുക്കൾ ഉരുക്കി ബാറുകളാക്കി മാറ്റിയതായും ട്രസ്റ്റ് വെളിപ്പെടുത്തി. വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തിലേക്ക് ISRO കടക്കുന്നതും പ്രധാനപ്പെട്ട ഒന്നാണത്. രാജ്യത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപണത്തിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. സ്കൈറൂട്ട് എയ്റോസ്പേസിൻ്റെ വിക്രം 1 വിക്ഷേപണം ജൂലൈ 12-നും ഓഗസ്റ്റ് 4-നും ഇടയിൽ നടക്കും എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു. മിഷൻ ആഗമനിലൂടെ 4 പേലോഡുകളാണ് സ്കൈറൂട്ട് ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇതിനു പുറമെ വിക്രം സാരാഭായിയുടെയും CV രാമൻ്റെയും ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെയും ഇത്തിരി കുഞ്ഞൻ പ്രതിമകളും, നമുക്ക് ആ പ്രതിമകളുടെ ചില ദൃശ്യങ്ങൾ, ചില ഫോട്ടോസൊക്കെ കാണാം, ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ഒരു അപൂർവത കൂടിയുണ്ട്. അജയ് കുമാർ മട്ടേവാഡ എന്ന കലാകാരൻ്റെ കലാസൃഷ്ടിയാണ് ആദരസൂചകമായി ദൗത്യത്തിൽ ഉൾപ്പെടുത്തിയത്. ഒരു അരിമണിയേക്കാളൊക്കെ ചെറുതാണ് ഈ ശില്പങ്ങൾ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ബംഗളൂരു ആസ്ഥാനമായ സ്റ്റാർട്ടപ്പ് ഗ്രഹ സ്പേസിൻ്റെ സോളാറസ് S3, മറ്റു സ്റ്റാർട്ടപ്പ് കോസ്മോവേഴ്സ് സ്പേസിൻ്റെ എംബ്രേസ് എന്ന ബഹിരാകാശ റോബോ കൈ, സ്കൈറൂട്ടിൻ്റെ സ്വന്തം സ്കോപ്പ് സാറ്റ് എന്നിവയാണ് പ്രധാനമായും ബഹിരാകാശത്തേക്ക് പോവുക. ജർമ്മൻ കമ്പനി ഡീക്യൂബ്ഡ് സ്പേസിൻ്റെ ചെറു സാങ്കേതികവിദ്യാ പരീക്ഷണവും ഈ ദൗത്യത്തിൻ്റെ ഭാഗമാണ്. ഈ ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ രാജ്യത്ത് അതിരൂക്ഷമായ പാചകവാതക പ്രതിസന്ധി ഉണ്ടായത് നമുക്കൊരു പാഠമായിരിക്കുകയാണ്. ഇത് ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകളുമായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഇതാദ്യമായി രാജ്യത്ത് പാചകവാതക ശേഖരം ഒരുക്കാൻ കേന്ദ്രം പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു. 3 ഇടങ്ങളിലുള്ള ക്രൂഡ് ഓയിൽ ശേഖരത്തിൻ്റെ മാതൃകയിൽ ഭൂമിക്കടിയിലെ ടാങ്കറുകളിൽ LPG ശേഖരിക്കാനാണ് ഇപ്പോൾ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. കൂടാതെ ഭൂമിക്ക് മുകളിൽ ക്രയോജനിക് ടാങ്കുകൾ സ്ഥാപിക്കാനുള്ള സാധ്യതയും പൊതുമേഖലാ എണ്ണ കമ്പനികൾ പരിശോധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കാനുള്ള പഠനം നടന്നു വരികയാണ്. കുറഞ്ഞത് 30 ദിവസത്തേക്കെങ്കിലും ഈ ശേഖരം വേണം എന്നാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇതിനായി വൻ നിക്ഷേപം നടത്താൻ പെട്രോളിയം കോർപ്പറേഷൻ അടക്കം ഇപ്പോൾ മുന്നോട്ട് വന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. LPG ശേഖരം 340 TMCI ഇതിനൊപ്പം വർദ്ധിപ്പിക്കുകയും ഇതിനായി 5000 കോടി രൂപ പെട്രോളിയം കോർപ്പറേഷൻ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യും എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഏതായാലും ഈ പാഠം പഠിച്ച പശ്ചാത്തലത്തിൽ ഇനിയും ഒരു പ്രശ്നം, രാജ്യത്ത് യുദ്ധവും മറ്റോ പൊട്ടിപ്പുറപ്പെട്ടാൽ ഇനിയും ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബോളിവുഡ് സൂപ്പർ താരം അമീർ ഖാന്റെ വിവാഹ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അമീർ ഖാന്റെ കാമുകി ഗൗരി സ്പ്രാറ്റുമായുള്ള വിവാഹം മാധ്യമങ്ങൾക്ക് വലിയ ആഘോഷമായിരുന്നു. അമീർ ഖാന്റെ സ്വത്ത് വിവരങ്ങൾ ഇപ്പോൾ ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. 1862 കോടി രൂപയുടെ ആസ്തിയാണ് ഈ ബോളിവുഡിൻ്റെ താരത്തിനുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പരമ്പരാഗത സ്വത്തുക്കളും സിനിമകളിൽ നിന്ന് ലഭിച്ച പ്രതിഫലവും ബ്രാൻഡ് പരസ്യങ്ങളൊക്കെ ഉൾപ്പെട്ട ഒരു സ്വത്താണ് ഇപ്പോൾ അമീർ ഖാൻ്റെതായി പുറത്തു വന്നിരിക്കുന്നത്. ഒരു സിനിമയ്ക്ക് ഏകദേശം 85 കോടി മുതൽ 100 കോടി രൂപ വരെ അമീർ ഖാൻ പ്രതിഫലമായി വാങ്ങുന്നുണ്ട് എന്നാണ് വിവരം. നമുക്കറിയാം, വളരെ ചുരുങ്ങിയ സിനിമകളിൽ മാത്രം അഭിനയിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് അമീർ ഖാൻ. അമീർ ഖാൻ്റെ സിനിമകൾ, ഏതാണ്ട് എല്ലാ സിനിമകളും വലിയ വമ്പൻ ഹിറ്റുകളാണ്.
100 കോടി രൂപ വരെ പ്രതിഫലം വാങ്ങുന്നു. പരസ്യചിത്രങ്ങൾക്കായി 10 കോടി മുതൽ 12 കോടി രൂപ വരെ ഈടാക്കുന്ന ഒരു രീതി കൂടി അമീർ ഖാനുണ്ട്. ആഡംബര വാഹനങ്ങളോട് പ്രിയമുണ്ട്. അമീർ ഖാന് കോടിക്കണക്കിന് ഡോളറിൻ്റെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. മുംബൈയിലെ പാലി ഹില്ലിൽ കടലിന് അഭിമുഖമായി 60 കോടിയുടെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് അമീർ താമസിക്കുന്നത്. ഈ പ്രദേശത്ത് തന്നെ മറ്റൊരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റുകളും അദ്ദേഹത്തിനുണ്ട്. ബാന്ദ്രയ്ക്ക് പുറമെ മഹാരാഷ്ട്രയിലെ ഹിൽ സ്റ്റേഷനായ പഞ്ച്ഗഡിയിൽ 7 കോടിയിലധികം രൂപ വില വരുന്ന ഫാം ഹൗസ് ഉണ്ട്. അത് മാത്രമല്ല അമേരിക്കയിലെ ബവർഹിലി ഹിൽസിൽ 75 കോടി രൂപ വിലമതിക്കുന്ന ആഡംബര കൊട്ടാരവും അമീർ ഖാൻ സ്വന്തമായുണ്ട്. അത് മാത്രമല്ല ഉത്തർപ്രദേശിലെ ഷാഹബാദിൽ 22 പാരമ്പര്യ വീടുകളും താരത്തിനുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. ആഡംബര വാഹന ശേഖര സമ്പത്തിൽ നിക്ഷേപങ്ങൾക്ക് വേണ്ടി ബുദ്ധിപരമായി ഉപയോഗിക്കുമ്പോഴും പലതും ആഡംബരങ്ങൾക്കായി വലിയൊരു തുക അമീർ ഖാൻ ഉപയോഗിക്കുന്നുണ്ട്. വൈവിധ്യമാർന്ന നിരവധി ആഡംബര കാറുകൾ അമീർ ഖാൻ്റെ ഗ്യാരേജിലുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് കൗതുകകരമായ പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന് കാർ ശേഖരത്തിൽ 27 കോടിയിലധികം രൂപ വിലമതിക്കുന്ന കാറുകൾ. അതിൽ 10.5 കോടി രൂപ വില വരുന്ന മെഴ്സറസ് ബെൻസ് S600 ഏറ്റവും വില കൂടിയ ഒന്ന്. ഇത് മാത്രമല്ല റോൾസ് റോയ്സ് അടക്കമുള്ള വമ്പൻ കാർ ശേഖരം അമീർ ഖാനുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. വജ്രവ്യാപാരി നീരവ് മോദിയെ ബ്രിട്ടൻ ഉടൻ ഇന്ത്യയിലേക്ക് നാട് കടത്തിയേക്കുമെന്ന വിവരം കൂടി പുറത്തു വരുന്നു. നാട് കടത്തലിനെതിരെ അദ്ദേഹം സമർപ്പിച്ച അപ്പീൽ യൂറോപ്യൻ മനുഷ്യാവകാശ കോടതി തള്ളിയതോടെയാണ് നടപടികൾക്ക് വേഗമേറിയത്. ക്രിമിനൽ ഗൂഢാലോചന, ക്രിമിനൽ വിശ്വാസവഞ്ചന, അഴിമതി, കള്ളപ്പണം വെളുപ്പിക്കൽ, സാമ്പത്തിക തട്ടിപ്പ്, പണാപഹരണം, കരാർ ലംഘനം തുടങ്ങിയ നിരവധി കുറ്റങ്ങൾ മോദിക്കെതിരെയുണ്ട്. 2018 ഓഗസ്റ്റിലാണ് ഇന്ത്യ നീരവ് മോദിക്കെതിരെ കേസെടുത്തത്. ഈ കേസിൽ ഇന്റർപോൾ അടക്കം നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇത്രയും വർഷം, ഏതാണ്ട് 7-8 വർഷത്തോളം നീണ്ടുനിന്ന നിയമപ്രക്രിയകൾക്കൊടുവിലാണ് ഇപ്പോൾ നീരവ് മോദിയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നത്. ഭരണപരമായ ചില നടപടിക്രമങ്ങൾ മാത്രമാണ് ഇതിനുള്ളത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. US-ന്റെ ഫുട്ബോൾ താരം ഫോളാരിൻ ബലഗോണിന്റെ ചുവപ്പ് കാർഡുമായി ബന്ധപ്പെട്ട ചില ഇടപെടലുകൾ ട്രംപ് നടത്തി എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഫിഫയുമായി ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തി എന്നിപ്പോൾ ട്രംപ് സ്ഥിരീകരിക്കുകയാണ്. ബോസ്നിയക്കെതിരായ മത്സരത്തിൽ ചുവപ്പ് കാർഡ് കിട്ടിയതിനെ തുടർന്ന് ബലഗോണിന് ലഭിച്ച മത്സരത്തിലെ വിലക്ക് പുനഃപരിശോധിക്കണമെന്ന് ഫിഫയോട് താൻ ആവശ്യപ്പെട്ടതായി ഇപ്പോൾ ട്രംപ് പറയുകയാണ്. വിലക്ക് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല, പുനഃപരിശോധന മാത്രമാണ് ആവശ്യപ്പെട്ടത് എന്നും ട്രംപ് വ്യക്തമാക്കുകയാണ്. ഏതായാലും ഇത് വലിയ വിവാദമായിട്ടുണ്ട് ഫുട്ബോൾ ലോകത്ത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ഫുട്ബോൾ ലോകത്തിൻ്റെ പ്രതിഷേധങ്ങൾ UEFA അടക്കം യൂറോപ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അടക്കം കടുത്ത വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ട്രംപിൻ്റെ വാക്കുകേട്ട് ബലോഗിൻ്റെ വിലക്ക് റദ്ദാക്കിയ നടപടി UEFA വിമർശിക്കുന്നു. യുക്തിരഹിതവും അചിന്തനീയവുമാണ് എന്ന് യൂറോപ്യൻ ഫുട്ബോൾ ഭരണസമിതി വ്യക്തമാക്കുകയാണ്. അതുമാത്രമല്ല വിവാദ തീരുമാനത്തിൽ അപ്പീൽ നൽകി ബെൽജിയവും രംഗത്ത് വന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ നമ്മുടെ 9 മണി വാർത്തയിൽ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഫുട്ബോൾ വിശേഷങ്ങളുമായി എൽദോ പോൾ ചേരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.